മങ്കൂട്ടം ഈ സ്ത്രീകൾക്ക് ഇങ്ങനെ അശ്ലീല മെസ്സേജ് ഒക്കെ അയച്ചെന്നുള്ളതിനെ പറ്റി എന്താ അഭിപ്രായം? അവളുമാരി നോക്കിയിട്ടല്ലേ അതെടുത്ത് വായിച്ച് സുഖിച്ചോ അവളുമാരി? സുഖിച്ചില്ലേ? അപ്പം ഇത് സുഖിക്കുന്നതിന് മുമ്പ് അവന് വേണ്ടി കംപ്ലൈൻറ്റ് ചെയ്യണമായിരുന്നു. എന്തായാലും ചെയ്യാൻ ഒരു വട്ടേ വരത്തുള്ളൂ, രണ്ടാമത്തെ വട്ടം വരത്തില്ല. അപ്പം ആദ്യമേ ഇല്ലങ്ങ് സുഖിച്ച് അങ്ങ് നല്ല സുഖമായിപ്പോയി അവൾ മാറ്റം. എന്താ ഈ പെണ്ണുങ്ങൾക്ക് മാത്രം എന്താ ഈ സർക്കാർ ഈ പീഡനം? ആണുങ്ങൾക്ക് പീഡനം ഇല്ലയോ? ഇല്ലയോ? ആണുങ്ങൾക്ക് മാനമില്ലയോ? ഈ ചേച്ചി പറയണത് കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നണം? എനിക്ക് തോന്നിയത് 100% സത്യമാണ് അല്ലേ? ആണുങ്ങളാകുമ്പോൾ പെണ്ണുങ്ങൾക്ക് മെസ്സേജ് അയക്കും. അത് ഇഷ്ടമല്ലെങ്കിൽ അവർ സ്പോട്ടിൽ ബ്ലോക്ക് ചെയ്ത് പോകണം. ഇപ്പോൾ ബ്ലോക്ക് ചെയ്യാൻ പറ്റാത്ത സോഷ്യൽ മീഡിയ ഏത് ആപ്ലിക്കേഷനാണ് ഇപ്പോൾ ഉള്ളത്? ഇല്ലല്ലോ, ഒരു ആപ്ലിക്കേഷനും ഇല്ല. എന്നിട്ട് ഇവരെന്തുകൊണ്ട് ബ്ലോക്ക് ചെയ്യുന്നില്ല? ഇവർ ഈ കോഴിക്ക് അരിമണി ഇട്ട് കൊടുക്കുന്ന മാതിരി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇവരെ പിന്നാലെ വരും. ആണുങ്ങൾ പിന്നാലെ പോകും. അപ്പോൾ എന്നിട്ട് ഇവർക്ക് വേണ്ട സുഖങ്ങളാണെങ്കിലും ഇവർക്ക് വേണ്ട ആവശ്യങ്ങളാണെങ്കിലും ഒക്കെ നേടിയെടുത്തിട്ട് അവസാനം ഇവർ തേച്ചിട്ട് പോകും. എന്നിട്ട് അവസാനം ഇവർ നല്ലൊരു നിലയിലെത്തുമ്പോൾ ഇവർ പിന്നെയും ഈ പഴയ 4-5 കൊല്ലം മുന്നത്തെ ചാറ്റും പൊക്കി പിടിച്ചിട്ട് ഇവർ വരിക. ഈ പ്രേമിച്ച് നടക്കുന്നു അല്ലെങ്കിൽ ഇവർ ചാറ്റ് ചെയ്യുന്ന സമയത്ത് ഇവർ ഒരു പ്രശ്നവും ഉന്നയിക്കാതെ ഇതെല്ലാം കഴിഞ്ഞ് ഇയാൾ നല്ലൊരു പൊസിഷനിലെത്തുമ്പോൾ ഈ ചാറ്റും പൊക്കി പിടിച്ച് വരുന്നത് ഒന്നുകിൽ ഇയാളെ അപമാനിക്കാൻ അല്ലെങ്കിൽ ഇവരിൽ നിന്നും മുതലെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇതൊന്നും മനസ്സിലാവാതെ കുറേ അങ്കിളുമാരും കുറേ ആങ്ങളമാരും കുറേ മാമന്മാരും ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട് പെണ്ണുങ്ങളെ പിന്നാലെ കൂടും. ഒന്ന് ആലോചിക്കും. അതായത് ഒരു പെണ്ണിനെ ഒരാണ് തേച്ചിട്ട് പോയിട്ട് ആ പെണ്ണ് ആത്മഹത്യ ചെയ്ത ആണിനെതിരെ കേസ്. അത് നേരെ മറിച്ച് ആണിനൊരു പെണ്ണെ തേച്ചിട്ട് പോയി ആണാണ് ആത്മഹത്യ ചെയ്യുമെങ്കിലോ ആർക്കും എതിരെയും കേസില്ല. അപ്പോൾ ഈ ആണുങ്ങളൊക്കെ ആരാ? ഈ പെണ്ണുങ്ങൾക്കാണ് ഈ നിയമങ്ങളും എല്ലാ കാര്യങ്ങളും മുൻഗണന എന്ന് വിചാരിച്ചിട്ട് ഈ ആണുങ്ങളൊന്നും മനുഷ്യന്മാരല്ലേ? വേറെ വല്ല ഗ്രഹത്തൊന്നും വരുന്നതാണോ? ആണുങ്ങൾക്ക് ഇവിടെ ഒരു ന്യായമോ അല്ലെങ്കിൽ ആണുങ്ങൾക്ക് ഇവിടെ ഒരു അവകാശം ഇല്ലേ?